പ്രിയമുള്ളവരെ, ദേവദാസന്മാർ ഇവാനിയോസ് പിതാവിന്റെ 73-ാം ഓർമ്മ പെരുന്നാളിന്റെ ഈ അനുഗ്രഹീത സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കിട്ടിയ വിഷയം വിജാതികർക്ക് വെളിപാടിന്റെ പ്രകാശമായ മാർ ഇവാനിയോസ് എന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതികർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. ഈ പറഞ്ഞ ദൈവവചനത്തിന്റെ സന്ദർഭം ശിശുവായ ക്രിസ്തുവിനെ കരങ്ങളിലേറ്റ ശീമോൻ പറഞ്ഞതാണ്. അവിടെ ശീമോൻ കണ്ടത് ഒരു ശിശുവിനെ മാത്രമല്ല, ഭിന്നിച്ചു കിടക്കുന്ന ലോകത്തിലേക്ക് അവിടുത്തെ ജനങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുവാൻ ദൈവം ഇറക്കിവിട്ട ഒരു ദർശനത്തെയാണ്. ആ ദർശനം അതേപടി ഏറ്റുവാങ്ങി ഈ ജനതകളിലേക്ക്, വിജാതികരിലേക്ക് വെളിച്ചമായി ജ്വലിച്ച ഒരു ജീവിതമാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റേത്. ലോകം മുഴുവനും ദൈവത്തെ അറിയുവാനും അവനെ ആരാധിക്കുവാനും നിയോഗിതയായ സഭ അതിൽ നിന്നും മാറി സ്വത്തിനും മറ്റു ഭൗതിക സുഖത്തിനും വേണ്ടി നിലകൊണ്ടപ്പോൾ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ നിന്നും ആത്മീയ കൂട്ടായ്മകളിൽ നിന്നും അകന്നുപോയി. അതിൽ മനം നൊന്ത ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ദൈവവചനം കൂട്ടുപിടിച്ച് അത് ഉറക്കെ പറഞ്ഞ് പ്രസംഗങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി നടന്നു. വിശ്വാസം നഷ്ടപ്പെട്ട വിജാതിയരെ പോലെ ദൈവമക്കൾ നടന്ന ആ കാലഘട്ടത്തിൽ തന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് സാധാരണമായ ഒരു കാഷായ വസ്ത്രം ധരിച്ച് നഷ്ടപ്പെട്ടു പോയ ആ മക്കളെ തിരഞ്ഞു നടന്ന് തിരിച്ചു കൊണ്ടുവന്ന പിതാവിന്റെ ജീവിതം നമ്മൾക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ദൈവവചനം ഒന്ന് മാത്രം മതി ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരേ ഒരു വഴി എന്ന വെളിപാടിന്റെ പ്രകാശം ഇന്നത്തെ കാലത്തും നമുക്ക് ഒരു പാഠമാകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ സഭയിൽ നിന്ന് മാറി നിന്ന് ഭൗതിക സുഖങ്ങളിൽ അഭിരമിച്ച് വിനാശത്തിലേക്ക് നടന്നു പോകുന്നവർ ഉണ്ട് എന്ന് നാം ഓർക്കണം. അവിടേക്ക് ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിത ദർശനങ്ങൾ നമുക്ക് ഉയർത്തി കാണിക്കാം. ദൈവവചനം വായിച്ച് ദൈവത്തിനെ ഉള്ളിൽ കൂട്ടിയ പിതാവിന്റെ ജീവിതം ഈ അവസരത്തിൽ നമുക്ക് ധ്യാനിക്കാം. പ്രിയമുള്ളവരെ, എല്ലാ കാലഘട്ടത്തിലും ചില വ്യക്തികളുടെ ജീവിതവും ദർശനങ്ങളും നമുക്ക് മാതൃകയാകാറുണ്ട്. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം അങ്ങനെ തന്നെ. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഇന്നത്തെ വിജാതിയായ തലമുറയ്ക്ക് വെളിപാടിന്റെ പ്രകാശവുമായി ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതവും ദർശനങ്ങളും എന്നും ഇവിടെ ഉണ്ടാകും. നന്ദി, നമസ്കാരം.